എല്ലാവരും കാണാൻ വേണ്ടി കരയുന്ന ബാല്യം, ആരും കാണാതെ കരയുന്ന യൗവനം, കരയുന്നത് കണ്ടാലും ആരും തിരിഞ്ഞു നോക്കാത്ത വാർദ്ധക്യം. ഇതാണ് ജീവിതം. അത്രയും നിസ്സാരമായി ഒരാൾക്ക് മറ്റൊരാളെ ചതിക്കാൻ കഴിയുന്നത് അയാളുടെ കഴിവുകൊണ്ടല്ല, എതിരിൽ ഉണ്ടായിരുന്ന ആൾ അത്രമേൽ ആഴത്തിൽ അയാളെ ചേർത്ത് വെച്ചതുകൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മെ താങ്ങുന്ന കൈകളാണ്. നമ്മെ കാണുന്ന കണ്ണുകളും കേൾക്കുന്ന കാതുകളും മനസ്സിലാക്കുന്ന വിശാല ഹൃദയവുമാണ് വേണ്ടത്. സ്ത്രീയുടെ സൗന്ദര്യം അവളുടെ മുഖത്തിലല്ല, അവളുടെ സ്വഭാവത്തിലും സ്നേഹത്തിലുമാണ്. പുരുഷൻ്റെ സൗന്ദര്യം അയാളുടെ പണത്തിലല്ല, അയാൾ ഒരു പെണ്ണിന് കൊടുക്കുന്ന കരുതലിലും അയാളുടെ സ്വഭാവത്തിലും മര്യാദകളിലുമാണ്. ബന്ധത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒറ്റപ്പെടണം. സ്നേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ അനാഥരാകണം. ജീവിതത്തിൻ്റെ വില അറിയണമെങ്കിൽ മരണത്തെ മുഖാമുഖം കാണണം. സ്നേഹവും ബന്ധവും ജീവിതത്തിൽ ഒരുപോലെയുണ്ടെങ്കിൽ അതാണ് സ്വർഗം. ആരെ സ്നേഹിച്ചാലും ആരോട് കൂട്ടുകൂടിയാലും നമ്മൾ കാണാത്ത, നമുക്കറിയാത്ത മറ്റൊരു മുഖം കൂടി ആ വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് കരുതി സ്നേഹിക്കുക. കാരണം മനുഷ്യരെ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരു ശാസ്ത്രവും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും നിനക്ക് മാത്രമേ മനസ്സിലാവൂ. മറ്റൊരാൾ നിന്റെ വേദനകളെ മനസ്സിലാക്കുമെന്ന് കരുതി മനസ്സ് തുറക്കാതിരിക്കുന്നതാവും നല്ലത്. കാരണം നിന്റെ വേദനയുടെ ആഴം അവർക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മളെ മാറ്റി നിർത്തുന്നവരിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. നമ്മൾ അവർക്ക് ആരുമല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവർ നമ്മളെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും അവരുടെ പുറകിൽ പോയി വെറുതെ കോമാളി ആവാതിരിക്കുക. പുറമേ കാണും പോലെയല്ല ഓരോ ജീവിതവും എന്ന് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും ഏതോ ഒരു മായാലോകത്തായിരിക്കും. ഒരിക്കൽ പോലും ഇടറി വീഴാതെ, തളർച്ച അറിയാതെ, കണ്ണു നിറയാതെ, തോറ്റുപോവാതെ ആർക്കും ജീവിതം എന്ന അധ്യായം പൂർണ്ണമാക്കാൻ കഴിയില്ല. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ, തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ, ആരൊക്കെ നമ്മെ മോശക്കാരാക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. ഏതുതരം ബന്ധമായാലും ഒപ്പം നിൽക്കുന്ന, നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ ആ ബന്ധം നമുക്കൊരുപാട് പ്രിയപ്പെട്ടതായിരിക്കും. ചിലർ നമ്മളെയും നമ്മുടെ ആത്മാർത്ഥതയും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. എന്നാൽ മറ്റു ചിലർ മനുഷ്യർ എത്ര കാലമായാലും നമ്മുടെ ഗുണങ്ങളിൽ സംശയാലുക്കളായിരിക്കും. നിരുത്സാഹപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ കാതുകളിലേക്ക് ഓടിയെത്തിയേക്കാം. എങ്കിലും തോറ്റു കൊടുക്കരുത്. ഈ ജീവിതയാത്ര തുടരാനുള്ളതാണ്, ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ളതല്ല. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ, ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം കൈകാര്യം ചെയ്യാൻ ധാരാളം സമയം ചിലവഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തേക്കും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക.